നന്നായിട്ട് പഠിച്ചു പോയാൽ പോലും എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതിന് പല കാരണങ്ങളാണ്. നമ്മൾ കണ്ടന്റ് ഭയങ്കരമായിട്ട് നല്ലപോലെ പഠിച്ചിട്ട് പോയാൽ പോലും നമുക്ക് പൊതുവെ എക്സാം ആകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം, കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ് പഠിച്ചിട്ട് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത അവസരങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് എക്സാം എഴുതി തീർക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റാതെയാവും. ഓരോ മാർക്കിനനുസരിച്ച് എത്രയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളതിനൊക്കെ എന്തുണ്ട്, ഓരോ ചിട്ടകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാർക്കിന് കുറേ എഴുതി വെക്കേണ്ട കാര്യമില്ല. 2 മാർക്കിന് എത്രയാണ് എഴുതേണ്ടത്, 3 മാർക്കിന് എത്രയാണ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ മാർക്കിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്, ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആക്ച്വലി ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ വെറുതെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അതെങ്ങനെയാണ് എക്സാം ഹാളിൽ അപ്ലിക്കബിൾ ആവേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ എക്സാം മുമ്പോട്ട് വരികയാണ്. അപ്പോൾ എക്സാം വിന്നറിൽ ഒരു മക്കൾക്കും ഇതറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം എക്സാം ഹാളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും മാർക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനി മുതൽ പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കലി ടൈം മാനേജ് ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത് അല്ലേ. പണ്ടത്തെ പോലെയല്ല, പുതിയ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടല്ല ഇപ്പോൾ എക്സാംസ് വരുന്നത്. പുതിയ പുതിയ ചോദ്യങ്ങളാണ് വരുന്നത്, നമ്മൾ മുമ്പ് കാണാത്ത, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക എന്നുള്ളതും അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നാളെ കൃത്യം താഴെ കാണുന്ന സമയത്ത് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ള മക്കളായിരിക്കും നിങ്ങളെല്ലാവരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് കൃത്യസമയത്ത് നമ്മളുടെ ലൈവുകളിലേക്ക് എത്തുക. ആൻഡ് എല്ലാ കാര്യങ്ങളും ഫുൾ ഓൺ കോൺഫിഡൻസോട് കൂടെ നമ്മുടെ ഫാക്കൽറ്റീസ്, അതായത് എക്സാം വിന്നറിൻ്റെ ടീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ബൂസ്റ്റ് ആവും എന്നുള്ളത് മിസ്സിൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൃത്യസമയത്ത് നമ്മുടെ ലൈവിലേക്ക് എത്തുക. അപ്പോൾ ഈ വർഷം എന്ത് പാറ്റേൺ മാറിയാലും അല്ലെ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും നമ്മൾ പഠിക്കും, ആൻഡ് നമ്മൾ ഫുൾ മാർക്ക് തന്നെ നേടിയിരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കൃത്യസമയത്ത് ലൈവ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.